നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡാണ്. ഇതിൽ കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് കോൺസിക്യൂട്ടീവ് റീഡിങ്സ് were taken with a level and 5 meter leveling staff on a continuously sloping ground at a common interval of 20 meter. സോ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ എന്താ തന്നിരിക്കുന്നത്, ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 മീറ്റർ ആൻഡ് ഒരു കോമൺ ഇൻ്റർവൽ ഓഫ് 20 മീറ്റേഴ്സ് എന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരും. പിന്നെ എന്താ തന്നത്, കുറച്ച് റീഡിങ്സ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെഡ്യൂസ് ലെവൽ ഇസ് 208.125 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്, സോ ഇറ്റ് ഷുഡ് ബി എൻറ്റർഡ് ഇൻ എ ഫീൽഡ് ബുക്ക്. നമ്മൾ ഫീൽഡ് ബുക്കിൽ എൻറ്റർ ചെയ്യണം. പിന്നെ കാൽക്കുലേറ്റ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് ബൈ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആൻഡ് ഓൾസോ ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദ ലൈൻ. ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ ലൈൻ ജോയിനിങ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഹൈറ്റ് 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ ഇൻ്റർവൽ ഓഫ് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റീഡിങ്സ് തന്നു, പിന്നെ റെഡ്യൂസ് ലെവൽ തന്നു. പിന്നെ നമ്മൾ ഫൈൻ ചെയ്യേണ്ടത് റെഡ്യൂസ് ലെവലും ഫൈൻ ചെയ്യണം. പിന്നെ ഗ്രേഡിയൻറ്റ് ഓഫ് ലൈൻ, ലാസ്റ്റ് മെൻഷൻ ചെയ്ത ഗ്രേഡിയൻറ്റ് ഓഫ് ലൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ്, ഇൻ കേസ് ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗ്രേഡിയൻറ്റും കൂടി ചിലപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയൻറ്റിൻ്റെ ജസ്റ്റ് ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ വർക്ക്സ് ഒന്നുമില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസിൽ നിന്ന് നമ്മൾ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുകയാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഏതൊക്കെ സ്റ്റേഷനിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ പറയും 5th സ്റ്റേഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 3rd സ്റ്റേഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എഫേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഏതൊരു സ്റ്റേഷനിൽ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നിട്ടില്ല. സോ അത് നമ്മൾ ആദ്യം അറിയണം. ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ISഉം ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് FS BS എന്നും നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ജസ്റ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ് നമുക്ക് വാല്യൂസ് തന്നത്. സോ ഇതൊന്ന് നോക്കിക്കേ, നമുക്കറിയാം എപ്പോഴും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ബാക്ക് സൈഡ് അല്ലേ. ഇത് BS ആണെന്ന് നമുക്കറിയാം. സോ ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്തായിരിക്കും, അത് FS ആയിരിക്കും അല്ലേ. സോ ഫസ്റ്റ് പോയിന്റ് വിൽ ബി BS ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വിൽ ബി FS. സോ ബാക്കി നടുക്കുള്ള വാല്യൂസൊക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതെങ്ങനെ നമ്മൾ FS ആണോ BS ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ 5 മീറ്ററുള്ള ലെവലിംഗ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വാല്യൂസും 5 മീറ്ററിൻ്റെ കാട്ടും കുറവ് വാല്യൂസല്ലേ നമുക്ക് കിട്ടുക. 0 പോയിന്റിൽ കിട്ടാം, 1ൽ കിട്ടാം, 2 പോയിന്റിൽ കിട്ടാം, 3 പോയിന്റിൽ കിട്ടാം, 4 പോയിന്റിൽ വരെ കിട്ടാം. പക്ഷേ 5 പോയിന്റിൻ്റെ മേലെ കിട്ടുമോ, ഇല്ല. 4 പോയിന്റിൽ വരെ നമുക്ക് വാല്യൂസ് മാക്സിമം കിട്ടുള്ളൂ. ഈ ഒരു വാല്യൂസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫസ്റ്റ് വാല്യൂ 0.3, പിന്നെ 1.0 ഇതിനെക്കാട്ടും കൂടി, പിന്നെ 1.0നെക്കാട്ടും അധികമായി 1.9, പിന്നെ 2.8, 3.7, 4.6 ഇതാണ് ഹയസ്റ്റ് വാല്യൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 0.6ലേക്ക് എന്തായി, വാല്യൂ കുറഞ്ഞു. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ മാക്സിമം വാല്യൂ 4.6 കഴിഞ്ഞിട്ട് വീണ്ടും കുറഞ്ഞു, 0.6ലേക്ക് ഒറ്റയടിക്ക് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം 4.6 വരെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒരു സ്റ്റേഷനിലാണ്, അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് മാറിയിട്ടുണ്ട്, വേറൊരു സ്റ്റേഷനിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അവിടുന്ന് വീണ്ടും ഇൻക്രീസ് ആയി വീണ്ടും 4ലേക്ക് വരികയാണ്. അപ്പം 2 തവണ നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വെച്ച സ്ഥലത്ത് നിന്ന് വേറെ ഒരു തവണ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് BS, ലാസ്റ്റ് പോയിന്റ് FS, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് 4.6 ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ FS ആയിട്ട് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് FS ആണെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് എന്തായിരിക്കും, BS ആണ്. ഓക്കെ, ബാക്കി എല്ലാ പോയിന്റ്സും എന്തായിരിക്കും, ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആയിരിക്കും. ഒന്നും കൂടി പറയാം, ഫസ്റ്റ് പോയിന്റ് BS, ലാസ്റ്റ് പോയിന്റ് FS. നമ്മൾ ഈ വാല്യൂസ് ഇങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പം നമുക്കൊരു 4.6 എന്ന് പറയുന്ന ഹയസ്റ്റ് വാല്യൂ കിട്ടി. അതിനുശേഷമുള്ള പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി 0.6 ആണ്. സോ ഈ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ FS ആയിട്ടും അതിന് തൊട്ടടുത്ത പോയിന്റിന് നമ്മൾ BS ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ തന്നെ നമ്മൾ ടേബിൾ വരയ്ക്കുക, സ്റ്റേഷൻസും BSഉം FS ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുക. സോ
ദാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് വാല്യൂസ് എടുത്തതെന്നുള്ള ഏരോ മാർക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അല്ലാതെ ഈ ടേബിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഏരോ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് വാല്യൂസ് മാത്രം എഴുതി പോവുകയാണ് വേണ്ടത്, അല്ലാതെ ഏരോ മാർക്ക് വരയ്ക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനൊരു ടേബിൾ നമ്മൾ വരച്ചു. എന്തൊക്കെയാണ്? BS, IS, FS മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് എന്താ അറിയാം, ബെഞ്ച് മാർക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് പോയിന്റിൽ ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും എന്ത്, അതിൻ്റെ റെഡ്യൂസ് ലെവൽ. പിന്നെ നമുക്ക് 6th സ്റ്റേഷൻ്റെ അകത്ത് നമുക്ക് BSഉം FSഉം വരുന്നതുകൊണ്ട് അവിടെ ഒരു ചേഞ്ച് പോയിന്റ് ഉണ്ടാവും. ഇൻസ്ട്രുമെൻ്റ് അവിടെയല്ല നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, സോ അവിടെ ഒരു ചേഞ്ച് പോയിന്റ് ഉണ്ടാവും. ബാക്കിയെല്ലാം നമ്മൾ റീഡിങ്സ് കണ്ടുപിടിക്കണം. ഇതിലെങ്ങനെ റീഡിങ്സ് ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അറിയാം, BS മൈനസ് FS ചെയ്യുമ്പോൾ അല്ലെങ്കിൽ IS മൈനസ് FS ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ റൈസിലിടും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഫോളിലിടും അല്ലേ. സോ ഫസ്റ്റ് BS മൈനസ് IS ചെയ്യുമ്പം എന്തായിരിക്കും? 0.385 മൈനസ് 1.030 ആണ്. എന്തായാലും അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് പോയിന്റിൻ്റെ ഫോളിൽ എഴുതുക. അത് മാറിപ്പോയത് ഫസ്റ്റ് പോയിന്റിൽ നേരെ ഫോളിൽ എഴുതരുത്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് മൈനസ് സെക്കൻഡ് പോയിന്റ്, അപ്പോൾ സെക്കൻഡ് പോയിന്റിൻ്റെ നേരെയാണ് നമ്മൾ ഫോളിൽ ആ വാല്യൂ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ IS ഒരുപാട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഫസ്റ്റ് IS മൈനസ് സെക്കൻഡ് IS ചെയ്യണം. 1.3030 മൈനസ് 1.925 ചെയ്യുമ്പം അഗെയിൻ ഇറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. സോ തേർഡ് സ്റ്റേഷനിലുള്ള ഫോളിന് നേരെ എഴുതുക. പിന്നെയും നമ്മൾ IS മൈനസ് ചെയ്യുമ്പം എഗെയിൻ അത് നെഗറ്റീവ്. കാരണം എന്താ, നമ്മൾ ബേസിക് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. ഇത് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പാണ്. അപ്പോൾ എല്ലാം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അത് റൈസ് അല്ല, ഒരു കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഡൗൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു ഏരിയ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണ്. സോ അത് കണ്ടിന്യൂസ്ലി നെഗറ്റീവ് ആവാനാണ് സാധ്യത. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇൻ കേസ് റൈസിൽ വാല്യൂസ് ഒന്നും വന്നില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോൾ മാത്രം മതി. ഓക്കെ, അങ്ങനെ ഇതിനെല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോളിൽ എഴുതും. ഇവിടെ വരുമ്പോൾ എന്താണ്? 3.730 മൈനസ് 4.685. അത് ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ചിങ് പോയിന്റ് വന്നു. സോ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? BSലാണ്. BS വരുന്നുണ്ടെങ്കിൽ നമ്മൾ BSലാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. BS മൈനസ് അഗെയിൻ FS അല്ല IS, അഗെയിൻ IS മൈനസ് IS, പിന്നെ IS മൈനസ് FS ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഫോളിൽ വാല്യൂസ് കിട്ടും. ഫോളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? RL ഫൈൻഡ് ചെയ്യണം. എങ്ങനെ RL ഫൈൻഡ് ചെയ്യുക? ദിസ് മൈനസ് ഫോൾ, RL മൈനസ് ഫസ്റ്റ് RL മൈനസ് ഫോൾ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത RL കിട്ടും. അങ്ങനെ ഫുൾ RL ഫൈൻഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ്? ഫുൾ വാല്യൂസ് ഫോളിൽ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? എല്ലാം നമ്മൾ ഇത് മൈനസ് ചെയ്ത് വന്നു, നമുക്ക് ഫുൾ RL കിട്ടി. ഇനി ഇവിടെ റൈസിൽ ഒരു വാല്യൂ ഇല്ലല്ലേ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇനി അരിത്തമെറ്റിക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. എന്താണ് ചെക്ക് ചെയ്യുക? BS മൈനസ് FS ചെയ്യും, അതേപോലെ റൈസ് മൈനസ് ഫോൾ ചെയ്യും, അതേപോലെ ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL ചെയ്യും. ഇതിൻ്റെ എല്ലാം സമ്മേഷൻ. ഇതാണ് അരിത്തമെറ്റിക് ചെക്ക് ചെയ്യുന്ന ഫോർമുലാസ്. ഫസ്റ്റ് BS മൈനസ് FS ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 8.160 കിട്ടും. സെക്കൻഡും അതേപോലെ മൈനസ് 8.160. പിന്നെ റൈസ് മൈനസ് ഫോൾ ആണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് റൈസ് മൈനസ് സമ്മേഷൻ ഓഫ് ഫോൾ ആണ്. തിരിച്ച് ചെയ്യാൻ പാടില്ല. ഓൾവേസ് ഇറ്റ് ഇസ് സമ്മേഷൻ ഓഫ് റൈസ് മൈനസ് സമ്മേഷൻ ഓഫ് ഫോൾ ചെയ്യുമ്പോൾ നമുക്ക് 0 മൈനസ് 8.160 എന്ന് കിട്ടും. ദാറ്റ് ഇസ് അഗെയിൻ എ നെഗറ്റീവ് വാല്യൂ. സോ ഈ 3 വാല്യൂസും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ചെയ്തത് എന്താണ്? കറക്റ്റാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ സാധാരണ പ്രോബ്ലത്തിൽ ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് എക്സ്ട്രാ തന്നിട്ടുണ്ട്? വി ഹാവ് ടു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് തന്നിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കിട്ടുന്ന സ്ലോപ്പിന്. ദാറ്റ് ഈസ് ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ഫസ്റ്റ് RL. നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് RL മൈനസ് ലാസ്റ്റ് RL നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ദിസ് ഇസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ഈ ലൈനാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് സ്റ്റേഷൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഈ നമ്പർ ഓഫ് സ്റ്റേഷൻസ് എന്ന് പറയുമ്പം
ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് ഒരുപാട് വാല്യൂസ് 10-12 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതല്ല നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റേഷൻസ്. നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ വാല്യൂസ് ഫുള്ള് ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രാമത്തെ സ്റ്റേഷനിലാണ് ലാസ്റ്റ് വരുന്നത് നോക്കുക, അതാണ് നമ്പർ ഓഫ് സ്റ്റേഷൻസ്. ഈ കേസിൻ്റെ അകത്ത് നമ്പർ ഓഫ് സ്റ്റേഷൻസ് 9. സോ അത് ഇവിടെ എഴുതാം, നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഈക്വൽ ടു 9. അടുത്തത് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ഫൈൻഡ് ചെയ്യണം. നമ്പർ ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുമ്പം ഒരു സ്റ്റേഷൻ്റെയും അടുത്ത സ്റ്റേഷൻ്റെയും ഇടയിലുള്ളത് ആണ് ഫസ്റ്റ് ഇൻ്റർവെൽ. ഫസ്റ്റ് ലെവലിംഗ് സ്റ്റാഫും സെക്കൻഡ് ലെവലിംഗ് സ്റ്റാഫും വെച്ചു. ഇതിൻ്റെ ഇൻ്റർവെൽ എത്രയാണ്? ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. സോ എത്ര ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് കിട്ടും. ഈ ഒരു കേസിൻ്റെ അത് ഇത് ഫസ്റ്റ് ലെവലിംഗ് സ്റ്റാഫ് വെച്ചു, സെക്കൻഡ് ഇവിടെ വെച്ചു, തേർഡ് ഇവിടെ വെച്ചു, ഫോർത്ത് ഇവിടെ വെച്ചു, ഫിഫ്ത്ത്, സിക്സ്ത്ത് അങ്ങനെ വെച്ചു. സോ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഉള്ളിലുള്ളത് ഒരു ഇൻ്റർവെലാണ്, സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഉള്ളിലുള്ളത് അടുത്ത ഇൻ്റർവെലാണ്. സോ എപ്പോഴും നമ്പർ ഓഫ് സ്റ്റേഷനിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻ്റർവെൽസ് കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് തന്നു 1 ഇൻ്റർവെൽ എന്ന് പറയുന്നത് 20 മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞു. സോ 8 ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവെലിന് 20 മീറ്റർ ആണെങ്കിൽ 8 ഇൻ്റർവെലിന് 20 × 8 ചെയ്താൽ നമുക്ക് 160 മീറ്റേഴ്സ് കിട്ടും. ദാറ്റ് ഇസ് ദ ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ നമുക്ക് 160 മീറ്റർ ആണ് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8.160 മീറ്റർ ആണെന്ന് പറഞ്ഞു. So we have to find the gradient. എങ്ങനെ ഫൈൻഡ് ചെയ്യുക? vertical distance divided by horizontal distance, that is 8.160 divided by 160. നമുക്ക് 0.51 കിട്ടും. ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്ലോപ്പാണ് അല്ലേ? സ്ലോപ്പ് നമ്മൾ എപ്പോഴും റേഷ്യോയിലാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 0.51 ചെയ്യുമ്പോൾ നമുക്ക് 19.61 കിട്ടും. അതാണ് ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 1 in 19.61 ആണ്. ബ്രാക്കറ്റിൽ ഫോളിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫോളിംഗ് എഴുതിയത്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. താഴോട്ട് ഇങ്ങനെ പോകുന്ന ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് ഫോളിംഗ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയത്. സോ ഗ്രേഡിയൻ്റ് എന്താണ്? 1 in 19.61 ആണെന്ന് എഴുതണം. നമ്മൾ മാർക്ക് ചെയ്തത് നമുക്ക് കിട്ടുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആ വാല്യൂ നമ്മൾ 1 ഡിവൈഡഡ് ബൈ ചെയ്യണം, എന്നിട്ട് കിട്ടുന്നതാണ് ഗ്രേഡിയൻറ്റ്. ദാറ്റ് ഇസ് 1 in 19.61. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് സ്റ്റേഷൻസ് ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തവണ കൂടി ഞാനിത് ഇട്ടത്. ഇതാണ് നമ്പർ ഓഫ് സ്റ്റേഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിൽ കുറച്ച് ടഫ് പ്രോബ്ലമാണ്, പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഈസിയാണ്, ഒന്നും ചെയ്യാനില്ല. ആകെ ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല മാത്രം എക്സ്ട്രാ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ബിഗ് ക്വസ്റ്റ്യനൊക്കെ ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇവർ ആഡ് ചെയ്യാൻ സാധ്യതയുള്ളത് ഗ്രേഡിയൻറ്റ് കൂടി കണ്ടുപിടിക്കാൻ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, വേറൊന്നും എക്സ്ട്രാ പറയില്ല എന്ന് വിചാരിക്കുന്നു. സോ ഗ്രേഡിയൻറ്റും കൂടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി എക്സ്ട്രാ കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.